ഹായ് ഗൈസ്, ഞാൻ റന്ന. ഇന്നൊരു വെറൈറ്റിക്ക് റെസിപ്പി വീഡിയോ ആട്ടോ ഗൈസ് ഞാൻ വിടുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതാണ് ഗൈസ് ഞാൻ ഇന്ന് വിടാൻ വേണ്ടി പോകുന്ന റെസിപ്പി വീഡിയോ. ഗൈസ് കണ്ടു നോക്കാം. ഇപ്പോൾ 3 ഉരുളങ്കിഴങ്ങ് എത്ര ആൾക്കാരുണ്ട് അത്ര അനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. എത്ര വേണം അത്രയൊക്കെ എടുക്കാം നമുക്ക് ഉരുളങ്കിഴങ്ങൊക്കെ. അപ്പോൾ അത് എടുത്തിട്ട് പുഴുങ്ങി എടുക്കാണ്ട് ഗൈസ്. പുഴുങ്ങിയിട്ട് നന്നായി തന്നെ പുഴുങ്ങണം. അതായത് പുഴുങ്ങിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതിലേക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര ഉള്ളി വേണം അത്ര ആവശ്യത്തിലുള്ള ഉള്ളി എടുക്കുക. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതേപോലെ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ മിക്സായി കൊടുത്തു, മൂടി വെച്ചു. ഗൈസ് ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മീൻ തിന്നു കേട്ടോ ഗൈസ്. അങ്ങനെ തുറന്നിട്ടൊന്ന് അതിലേക്ക് ഇളക്കുക. അതിന് ശേഷം നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മുളകും പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. അങ്ങനെ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കട്ടെ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാട്ടോ ഗൈസ്. ചിക്കൻ മസാല ഇട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. ചിക്കൻ്റെ ഒക്കെ കഷ്ണം കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ പീസാക്കി ഇട്ട് കൊടുക്കുക. പരമാവധി എത്ര നന്നാക്കാൻ പറ്റുന്ന അത്ര നന്നാക്കുക. അങ്ങനെ അതേമാതിരി നല്ല ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. തീയൊക്കെ കുറച്ച് വെക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഗൈസ് നല്ല രീതിക്ക് തന്നെ തീ കൂട്ടി വെച്ചതിന് ശേഷം മൂടി വെച്ചത് ഗൈസ്. അതിലേക്ക് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ അയക്കാണ് നേരെ അതേമാതിരി തന്നെ എന്താണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഉടച്ച് വെച്ച ഉരുളങ്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഗൈസ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ അതേമാതിരി നല്ല ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് കുറച്ച് എന്താ പറയുക കറിവേപ്പിൻ്റെ ഇടാതില്ലെങ്കിൽ ചപ്പും പുതിന ഇട്ട് കൊടുക്കുക ഗൈസ്. അതും ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാട്ട് ഗൈസ്. ഞാൻ ദോശ എടുത്തിട്ടുണ്ട്, 2 ദോശ ആട്ട് ഗൈസ് എടുത്തേക്ക്. നമുക്ക് കുറച്ച് കൂട്ടാൻ എടുക്കും ഗൈസ്. നമ്മുടെ കൂട്ടാൻ ഗൈസ് നല്ല രീതിയിൽ ഇട്ടെടുക്കാം ഗൈസ്. നമുക്ക് കഴിച്ചോ ഗൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കൂട്ടാൻ പിന്നെ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് ഗൈസ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ട് ഗൈസ്. താങ്ക്സ് വേണം എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ഗൈസ് നിങ്ങളുടെ നെയിം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നെയിം മീറ്റിംഗ് ചലഞ്ച് ആരംഭിക്കാം കേട്ടോ ഗൈസ്.